മൊബൈൽ നോക്കി നോക്കി കണ്ണൊക്കെ അടിച്ചു പോയ അവസ്ഥയാണ് പല ആളുകളുടെയും. മൊബൈൽ അവർക്ക് അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. ചെറിയ ചെറിയ എഴുത്തുകളൊന്നും അവർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല. ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ അവർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നില്ല. പല ആളുകളും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് അതിന് കാരണം? ഏതു നേരം മൊബൈലിൽ തന്നെയാണ്. പണ്ടുള്ള ആളുകൾക്കൊക്കെ എത്ര നല്ല കാഴ്ചശക്തിയാണ്. പക്ഷേ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ആളുകൾക്കൊന്നും കാഴ്ചശക്തിയില്ല, വളരെ കുറവാണ്. എന്നാൽ ചെറിയ എഴുത്തുകൾ, ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ മൊബൈലിൻ്റെ അകത്ത് ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം, അതിനോടനുബന്ധിച്ച് മൊബൈലിൽ വരുന്ന ജങ്ക് ഫയലുകളൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായിട്ട് മൊബൈലിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇവിടെ തന്നെ ആയിക്കോട്ടെ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്യുമ്പോൾ താഴെ ഒരുപാട് ടാബ് ഉണ്ട്. അതിൽ വിഡ്ജറ്റ്സ് എന്ന ടാബ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാഗ്നിഫയർ എന്ന ഓപ്ഷൻ. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ ആഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ മാഗ്നിഫയറിൻ്റെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആകും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഴുത്ത്, ഈ ഒരു എഴുത്ത് കണ്ടോ, നമുക്കിപ്പോൾ കണ്ണിൽ പിടിക്കില്ല, എന്താണെന്ന് മനസ്സിലാകുന്നേ ഇല്ല. എന്നാൽ ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ഒരു ബാർ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതാണ് ഇതിൻ്റെ ഡേറ്റ്, ഏതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്, ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു കണ്ണടയും വെക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു രൂപത്തിലുള്ള എഴുത്താണ് നമ്മൾ ഇത്രയും സൂം ചെയ്തിട്ട്, അതും എത്രയോ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. ക്യാമറയിൽ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിലും പക്ഷേ ഇത് നമുക്ക് ഇതിനായിട്ട് തന്ന ഒരു സെറ്റിങ്സ് ആണ്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി അത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്, ഇതിലൊക്കെ എന്തൊക്കെയാണ് ഡേറ്റ് ഉള്ളത്, എന്താണ് എഴുതുന്നത് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനേ സാധിക്കില്ല. ജസ്റ്റ് നമുക്ക് ഇത് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഡേറ്റ്, എപ്പോഴാണ് ഇത് എക്സ്പയർ ആവുന്നത്, എപ്പോഴാണ് ഇതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ വളരെ ക്ലിയറോടുകൂടി നമുക്കിത് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇവിടെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോ എടുക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിൻ്റെ അകത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഉണ്ടോ എന്ന് നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഒഴിഞ്ഞ ഭാഗത്ത്, മൊബൈലിൻ്റെ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതായത് നമുക്ക് മൊബൈലിൻ്റെ സ്റ്റോറേജ് ഇവിടെ തന്നെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെമ്മറി കപ്പാസിറ്റി, റാം അതിൻ്റെ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ ഒരു ബ്രഷിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാകുന്നുണ്ട്. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലെ ജങ്ക് ഫയലുകളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് തരികയും ചെയ്യും. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഇത് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.